വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിന്റെ യാത്രയിൽ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, കനിഹയാണ്. കനിഹയുടെ കുറെ വിശേഷങ്ങളും മെയിൻ ആയിട്ട് കനിഹയുടെ പാട്ടുകളുമായിട്ട് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് കനിഹ. ബ്രാഹ്മൺ ഫാമിലി പോലത്തെ അങ്ങനത്തെ ഒരു സമുദായത്തിൽ നിന്ന് എങ്ങനെയാണ് മൂവി ഇൻഡസ്ട്രിയിലേക്ക് വരാനായിട്ട് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? അതെയോ ഓക്കെ? ഇത് എക്സ്പെക്ട് ചെയ്യാതെ ഒരു ഓഫർ ആയിരുന്നു. ബട്ട് എൻ്റെ ഫസ്റ്റ് മൂവി ഓഫർ ഞാൻ പറഞ്ഞതുപോലെ മെഡ്രാസ് ടോക്കീസ് മണിരത്നം സാറിന്റെ യൂണിറ്റ് ആയിരുന്നു. സോ ദേ അഷ്യൂറൻസ് തന്നു, ഇറ്റ് വിൽ ബി ലൈക്ക് എൻ ഓഫീസ്. സോ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് ആയിരിക്കും, പേടിക്കണ്ട, ആൻഡ് എഡ്യൂക്കേഷൻ അഫക്റ്റ് ആകാത്ത രീതിയിൽ നമുക്ക് ഈ മൂവി ഷൂട്ട് ചെയ്യാം. സോ അങ്ങനെ അവർ തന്ന ഒരു പ്രോമിസ് ആണ്. സോ ഇപ്പോൾ ഞാൻ മൂവീസ് വന്നിട്ട് ഒരു 2002 to 2020 എന്ന് വെച്ചാൽ 18 years. So what I want to tell is movie industry is a safe place. Safe industry. So അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. So I'm happy. ആൻഡ് ഈ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഒരു റാങ്ക് ഹോൾഡർ ആണല്ലേ? ഭയങ്കര പഠിപ്പിസ്റ്റാണോ? പഠിപ്പ് ഇഷ്ടം. എഞ്ചിനീയറിംഗ്, അതെ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് റാങ്ക് ഹോൾഡർ. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പൊതുവേ ഗേൾസ് വരാത്തൊരു കാര്യമായിരുന്നു അല്ലേ? കോളേജ് ലൈഫിൽ എങ്ങനെയായിരുന്നു? ഗേൾ ആയിട്ടാണ് പോയതെങ്കിൽ അവസാനം ബോയുടെ ആറ്റിറ്റ്യൂഡ് ആയോ? പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലേ? സോ 108 സ്റ്റുഡൻസിൽ 8 പെൺപിള്ളേർ, 100 ബോയ്സ്. അതെ, സോ ഫുൾ അറ്റൻഷൻ. അതെ. നിങ്ങൾ എങ്ങനെയാ ആ ഗേൾസിന്റെ സ്ട്രെങ്ത് കാണിക്കാൻ വേണ്ടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? കാരണം ബോയ്സ് പോകുമ്പോ ഭയങ്കര ഞങ്ങൾ മടി കാണിക്കും. സോ അവർ വന്ന് ഓക്കെ വിട്ടോളൂ, വീൽ കം ആൻഡ് ഡു. ബട്ട് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്ട് വാസ് റോബോട്ടിക്സ്. അത് കഴിഞ്ഞിട്ട് നേരെ ചൂസ് ചെയ്തത് വേറെ എന്തെങ്കിലും പ്രൊഫഷൻ ആയിരുന്നോ? അത് നേരെ പിന്നെ പഠിത്തം കഴിഞ്ഞിട്ട് സിനിമ തന്നെ? പഠിത്തം ഇൻ ബിറ്റ്വീൻ ആണ് ഈ മൂവി ചെയ്തത്. ഹോളിഡേസിൽ ഒരു തമിഴ് ചെയ്തു, പിന്നെ തെലുഗു ചെയ്തു. കോളേജ് തീരുന്ന സമയത്ത് എനിക്ക് ജോലിയും കിട്ടി, LNT വെച്ച ഒരു വലിയ കമ്പനിയിൽ. സോ അങ്ങനെ ജോലി എടുക്കണോന്ന് ഒരു തോട്ട് വന്നപ്പോ വീണ്ടും മൂവീസ് വരാൻ തുടങ്ങി. സോ എന്റെ മനസ്സിൽ എന്താ തോന്നി, ഒരു ഡിഗ്രി ഉണ്ട് കയ്യിൽ, മൂവി ഇല്ല പോനാ ഒരു വേല കിടക്കും. സോ പ്ലാൻ ബി, നമുക്ക് ഒരു സേഫ് സൈഡ് ഒരു വിദ്യാഭ്യാസം ഉണ്ടല്ലോ. പക്ഷെ എന്നിട്ട് പോലും ഒരു വലിയൊരു സിനിമയുടെ ചാൻസ് മിസ് ചെയ്തു എന്ന് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതെങ്ങനെ തോന്നി? എങ്ങനെ മനസ്സ് വന്നു ആ സിനിമ കളയാൻ? ബോയ്സ് എന്ന മൂവി അല്ലേ? പിന്നെ കുറെ അങ്ങനെ ശങ്കർ സാറിന്റെ ഒരു മൂവി ആൻഡ് ബോയ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ട്രെൻഡ് സെക്ടർ ആയിരുന്നു ആ സമയത്ത്. പാട്ടുകളാണെങ്കിലും അതിന്റെ ക്യാരക്ടേഴ്സ് ആണെങ്കിലും. ഇപ്പൊ സങ്കടം തോന്നുന്നുണ്ടോ? ഇല്ല, എന്താ പറയാം, സാധാ നോ റിഗ്രറ്റ്സ്. ബിക്കോസ് എഡ്യൂക്കേഷൻ കയ്യിൽ ഉണ്ടായാൽ ഏത് ഒരു കമ്പനിയിൽ ചെയ്യാൽ ഒരു ജോലി കിട്ടും. സോ ഐ വാസ് വെരി ഷുവർ എനിക്ക് എഡ്യൂക്കേഷൻ ആണ് പ്രയോറിറ്റി. അതിന്റെ കൂടെ തന്നെ മൂവീസ് എനിക്ക് വരും എന്നുള്ള ഒരു കോൺഫിഡൻസും ഉണ്ടായിരുന്നു. അതും കൃത്യമായിട്ട് സാധിച്ചു. ആൻഡ് ഈ ബോയ്സ് തിയേറ്ററിൽ പോയി കണ്ടോ? കണ്ടു. അതിൽ പാട്ടൊക്കെ ഏതെങ്കിലും ഓർമ്മയുണ്ടോ ബോയ്സില്? അത് ഭയങ്കര ഒരു സെൻസേഷണൽ. അതെ, അത് ഓർമ്മയുണ്ടോ? പാൽ പോലെ 16 എനക്കൊരു ഗേൾഫ്രണ്ട് വേണം, ഇன்று പുതിதாக അരുമ്പ് മലർ പോലെ എനക്കൊരു ബോയ്ഫ്രണ്ട് വേണം. എന്താ ഗേൾഫ്രണ്ട്? ശരിയാ, നമുക്ക് ബോയ് ഫ്രണ്ട് ആണല്ലോ വേണ്ടത്. നമ്മൾ ഗേൾ ഫ്രണ്ട് വേണമെന്ന് പറഞ്ഞു. ബോയ് ഫ്രണ്ട് ഉണ്ടോ? എനിക്കോ ഉണ്ട്. ഒരു 12 years ഓൾഡ് ആയിട്ടുള്ള ഒരു ബ്രില്യന്റ് ബോയ് ഫ്രണ്ട്. 12 years മോൻ 10 years ആണ്. 12 years ഒരു ബോയ് ഫ്രണ്ട്. 12 years ആയിട്ട് ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ആൻഡ് ആ ബോയ് ഫ്രണ്ടും നിങ്ങളും തമ്മിൽ ഭയങ്കര വേവ് ലെങ്ത് ആണോ? அந்த ബോയ് ഫ്രണ്ടോட പേര് ഹസ്ബൻഡോட പേര് ശ്യാം. അതെ. അപ്പോൾ ഞാൻ കുറെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ, അതായത് സോഷ്യൽ മീഡിയയിലെ കുറെ വീഡിയോസ് ഒക്കെ കണ്ടു. ഫുള്ളി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹസ്ബൻഡ് ആണ് അല്ലെ? കനിഹജിയുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ന പേരിന്റെ കൂടെ ചെയ്യുമ്പോൾ ഭയങ്കര രസമാണെന്ന്? അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കൂടുതൽ പറയുന്നത് മമ്മൂക്കയായിരിക്കും. നല്ല ഒരു ചേർച്ച ഉണ്ട് സ്ക്രീനിൽ കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് മലയാളത്തിൽ വന്നപ്പോൾ ജയറാമേട്ടൻ നല്ല ഹൈറ്റ് ആയിരുന്നു, മമ്മൂക്ക ഹൈറ്റ് ആയിരുന്നു, ആൻഡ് സുരേഷ് ഗോപി ചേട്ടൻ ഹൈറ്റ് ആയിരുന്നു. സോ തമിഴിൽ ചെയ്തപ്പോൾ ഞാൻ കൂടുതൽ തമിഴ് ചെയ്തിട്ടില്ല. അതിലെല്ലാവരും ഷോർട്ടാണ്. അജിത് സാറും ചേരൻ സാറും എല്ലാവരും. സോ ഇവിടെ വന്നപ്പോ എനിക്ക് ഹൈറ്റുള്ള ആൾക്കാരെ കിട്ടിയല്ലോ എന്നല്ലേ? ഹസ്ബൻഡ് നല്ല സെയിം ഹൈറ്റ് ആണോ? എനിക്ക് എന്താ പറയാ, ക്വാളിറ്റീസ് ഇൻ എ മാൻ ഇൻ ചോദ്യം ചെറിയ പ്രായത്തിലുണ്ട് ചോദിക്കില്ല. സോ അതപ്പോ എനിക്ക് എപ്പോഴും ഐ വാണ്ടഡ് എ ടോളർ ഗൈ. സോ അതൊരു സോ മൈ ഹസ്ബൻഡ് ഈസ് ടോൾ. ഹി 6'2". ആൻഡ് യു? ഞാനിപ്പോ 5'7", 5'8" ഉള്ളിൽ ഒരു ഹൈറ്റ്. ഓക്കെ. അതിന്റെ ഇടയിലുള്ള ഒരു ഹൈറ്റ് അത് വെളിപ്പെടുത്താൻ പറ്റും. അടിപൊളി.
നമുക്കിനി ഹൈറ്റ് ഉള്ളവർക്ക് കളിക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു ഗെയിം എന്തെങ്കിലും ഉണ്ട്. ആ ഗെയിം കളിച്ചാലോ? കാരണം ഞാൻ എന്ത് ചെയ്യാനാ, ഹൈറ്റ് ഉള്ളവർക്ക് ഈ ഗെയിം കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്ക് തന്നേ പറ്റൂ. റെഡി? കണ്ണടക്കി ഒരു സാധനം എന്റെ മുന്നിലേക്ക് വരും. അല്ല, ചേച്ചിയുടെ മുന്നിൽ ഒരു സാധനം വരും. കണ്ണടയ്ക്കണോ? ശരിക്കും അടയ്ക്കണോ? ശരിക്കും അടയ്ക്കണം. ഓക്കെ, തുറന്നോളൂ. എന്റെ കയ്യിൽ കണ്ടോ ഒരു സാധനം? ഇതാണ് ടാബ്ലറ്റ്. ഇതിൽ ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിക്കും. അത് എന്താണ് ആ പിക്ചർ എന്നുള്ളത് എന്നെ അഭിനയിച്ച് കാണിച്ചു തരണം. ഇതിലുള്ള പിക്ചേഴ്സ്. റെഡി? അപ്പോ നമ്മുടെ ഇതിപ്പോ കണ്ടല്ലോ റെഡ് കാർപ്പറ്റ്, ഇത് അഭിനയിച്ച് കാണിക്കണ്ട, എനിക്കറിയാം. അടുത്തത് ഞാൻ കാണിക്കാം. വന്നോ? അയ്യോ, എരിവുള്ള സാധനാണോ? മുളക്, പച്ചമുളക്. ഓ, അടിപൊളി, നല്ല എരിവ്. ഇനി ഛർദിക്കാൻ വരുന്നു. ഈ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങനെ ഒരു ഫീല് വരും. കയ്പാവുമ്പോ കയ്പക്ക. ഓക്കെ, റെഡി. അടുത്തത് കഴിക്കുന്ന സാധനം തന്നെ. ഇവരെല്ലാരും കഴിക്കുന്ന സാധനമാണോ? എന്താ പറയാ, സ്പീഡ് കഴിക്കുന്ന സാധനം. പോപ്കോൺ. ഇല്ല, എങ്ങനെ പറയാ? എന്തെങ്കിലും കളർ ഉണ്ടോ? കളറ്? കരച്ചിൽ, കണ്ണുനീർ. കണ്ണുനീർ ഒഴുകി നാക്കിൽ വരുമ്പോ ഒരു ഉപ്പ് രസം. ഉപ്പ് രസത്തില് ഉപ്പ് എങ്ങനെ പറയും? പക്ഷെ ഭയങ്കര എക്സാമ്പിൾ ആണ് കേട്ടോ. വാവ്, ബ്രില്യന്റ്. കഴിക്കുന്നത് സൂപ്പർ സാധനാണെന്നോ? എല്ലാം സൂപ്പർ അല്ലേ? ഉണ്ടാ റൗണ്ട് ഷേപ്പിലിരിക്കുന്ന സൂപ്പർ സാധനം. അടിപൊളി. അടിപൊളി സാധനം എന്തായിരിക്കും? വേറെന്തെങ്കിലും ഉണ്ടാ? എരിവ്, മുളകൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ ഇതിന്റെ ടേസ്റ്റ് എന്താണ് പറയും? ഇങ്ങനെ ഒരു ടേസ്റ്റ് ഉണ്ടോ? പുളി. നല്ല പുളിയല്ല. മധുരാണോ? മധുരം എല്ലാം ഉണ്ട്. റൗണ്ട് ഷേപ്പിൽ ജിലേബി. ലഡു. ജിലേബി എങ്ങനെ റൗണ്ട് തെറ്റിപ്പോയല്ലേ? എന്നെ തെറ്റിക്കരുത്. ലഡുവിന് നമ്മൾക്ക് വേറെ ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇങ്ങനെ കാണിക്കായിരുന്നു റൗണ്ട് സാധനം. ഇങ്ങനെ വന്നോ? പുളിയുള്ള എന്ത് സാധനമാണുള്ളത്? നമ്മള് അതിതാ. ഏത് പുളിയാണോ? ഓ, പുളി. ഇനി തീർന്നോ? ഓ, അപ്പൊ നവരസത്തിലൂടെ നമ്മൾ കുറെ ടേസ്റ്റുകളാണ്. പക്ഷെ എരിവ്, ഉപ്പാണ് പെർഫെക്റ്റ്. എരിവ്, ഉപ്പ്, മധുരം മാത്രം കുറച്ച് നമ്മളൊന്നും ഇതായി. ബാക്കി എല്ലാം നല്ലതായിരുന്നു. അടിപൊളി. താങ്ക് യു. നമുക്ക് ഇനി നമ്മുടെ പെർഫോമറെ ഇൻവൈറ്റ് ചെയ്യാനുള്ള സമയമായിരിക്കാണ്. ഇന്നത്തെ പെർഫോമർ ആരാണ് എന്നുള്ള ചെറിയൊരു വിഷ്വൽ നമുക്ക് കാണാം. യെസ്. ഇത് ആൻഡ്രിയ മോൾ. 1.5 വയസ്സിന്റെ കൗതുകത്തിനപ്പുറം ലോകത്തെ അത്ഭുതപ്പെടുത്തിയ കുഞ്ഞു പെൺപ്രതിഭ. ശൈശവദശ വിട്ടുമാറുന്നതിനു മുമ്പ് തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഈ പെൺകുരുന്നിന് പച്ചക്കറി മുതൽ സൗരയൂഥം വരെ മനപ്പാഠം. വാക്കുകൾ കൂട്ടിച്ചൊല്ലുന്ന ഈ പ്രായത്തിൽ ഓർമ്മശക്തിയുടെ അനുഗ്രഹം ആവോളം വരമായി ലഭിച്ച ആൻഡ്രിയയ്ക്ക് കേരളത്തിന്റെ ഗ്രാമീണ ഭംഗി തുളുമ്പി നിൽക്കുന്ന അട്ടപ്പാടിയിൽ പിറന്ന് ലോകാത്ഭുതമായി മാറുന്ന ആൻഡ്രിയ മോൾക്ക് റെഡ് കാർപ്പറ്റിന്റെ ഈ വാത്സല്യവേദിയിലേക്ക് സ്വാഗതം. നമ്മൾ റെഡ് കാർപ്പറ്റില് ഇത്ര വലിയ പ്രായമുള്ള ഒരു മിടുക്കിയാണ് വരാൻ പോണെന്ന് ഓർത്തിട്ട് എനിക്ക് സന്തോഷം കൊണ്ട് തുള്ളി ചാടണമെന്നുണ്ട്. പക്ഷെ എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ബുദ്ധി വെച്ചിട്ടുള്ള കളിയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നമുക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ആൻഡ്രിയ. ഹലോ ആൻഡ്രിയ. ഹായ്. നാണം. ഈ ചെറുപ്രായത്തിൽ ഇത്രയും ഒരു
ഓർമ്മശക്തി അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ തന്നെ പറയാന്ന് പറഞ്ഞത് ശരിക്കും ഒരു ചൈൽഡ് പ്രോഡിജി ആണ്. അതാണ് Oh my ഇതൊരു God. ഒരു എന്താ പറയാ ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവൻ കിട്ടിയ ഒരു കുഞ്ഞാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു അല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം മുഴുവൻ കിട്ടിയ കുഞ്ഞല്ലേ? യെസ് പറ നോക്കട്ടെ. യെസ്. അച്ഛൻ എന്താ ആൻഡ്രിയെ വിളിക്കുക വീട്ടില്? കുഞ്ഞേന്നാണോ വിളിക്കുക? ആ ഇതിപ്പോ എവിടെയാ വന്നിരിക്കണേ? ഇത് എന്താണ്? ഇത് എവിടെയാ വന്നത്? ആ ഒരു ഫ്ലൈയിങ് കിസ് കൊടുക്കൂ. താങ്ക് യു കുഞ്ഞ്, താങ്ക് യു. So, എങ്ങനെയാണ് ആൻഡ്രിയയുടെ ഈ ഒരു മെമ്മറി പവർ ഉണ്ട് എന്ത് പറഞ്ഞാലും അത് ഓർത്തിരിക്കും എന്നൊക്കെ എങ്ങനെയാ മനസ്സിലായത്? അവൾക്ക് ഒരു 1.25 വയസ്സുണ്ടായിരുന്നപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ആൻഡ്രിയ ഇങ്ങോ വരൂ, ഞാൻ പറയാം. ആൻഡ്രിയക്ക് ഒരു 1.25 വയസ്സായപ്പോൾ ഭർത്താവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേ ഉണ്ടായിരുന്നേ. അപ്പോൾ അവരുടെ പിള്ളേരൊക്കെ ബുക്ക് വെച്ച് പഠിക്കുന്നത് കാണില്ലേ, ഇപ്പൊ ഒക്കെ ഓൺലൈൻ ക്ലാസ് അല്ലേ. അപ്പോൾ അത് കണ്ടിട്ട് അവൾക്ക് ഈ ബുക്ക് മേലെ ഇൻട്രസ്റ്റ് വന്നാന്നറിയില്ല. ഒരു ദിവസം കോയമ്പത്തൂർ റിട്ടേൺ ആയ ശേഷം ഞങ്ങൾ വെറുതെ ഇരുന്ന് വീഡിയോ വെറുതെ എടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ അവ ആൽഫബറ്റ്സ് ഫുള്ളായിട്ട് സോങ് ആയിട്ട് പാടി. അപ്പോൾ എനിക്ക് അതിശയായി പോയി. എന്താണെന്ന് വെച്ചാൽ അവൾക്ക് ഞാൻ ട്രെയിൻ പോലും ചെയ്തിട്ടില്ല, ഇതുപോലെ ആൽഫബറ്റ്സ് ഇങ്ങനെയൊക്കെ പഠിപ്പിച്ചു കൊടുത്തില്ല. അപ്പോൾ ടി വിയിൽ കണ്ടിട്ടാ എങ്ങനെയാണെന്ന് അറിയില്ല, ഇതുപോലെ ഫുള്ളായിട്ട് പാടി. അപ്പൊ എനിക്ക് അതിശയായി പോയി. എന്താ വെച്ചാൽ ഞാൻ ഒന്നും ട്രെയിനും ചെയ്തില്ല, കൊച്ചിന് ഈ കഴിവുണ്ടായതെന്ന്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഓ കൊച്ചിന് ഏതോ ഒരു കഴിവുണ്ട്, ഒരു ശക്തി ഉണ്ട്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കൺസീവ് ആയിരുന്ന പോലെ കൊച്ചു നല്ല ഇച്ചിരി അങ്ങനെയൊക്കെ ഒരുവേള ദൈവം അങ്ങനെ കൊടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഭർത്താവിന്റെ അടുത്ത് പറഞ്ഞു ഇതുപോലെ. അപ്പൊ ഭർത്താവ് വലിയ ഇത് ഇൻട്രസ്റ്റ് കാണിച്ചില്ല, ഞാൻ വെറുതെ പറയണതാന്ന് പറഞ്ഞിട്ട്. പിന്നീട് എന്തായി, ഞാൻ ഒവ്വൊന്നായിട്ട് ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അവ അത് 1.5 വയസ്സൊക്കെ ആയപ്പോൾ മൊത്തം എല്ലാം കാണാണ്ടിട്ട് പറയും. ആൻഡ്രി എന്താ പറയാനുള്ള പറഞ്ഞു? മൈക്കിൽ എന്താ പറയാനുള്ള? ABCD പറയൂ. ABCD ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ABCD പറ. പീരിയോഡിക് ടേബിളാ? ഹൈഡ്രജൻ. ഹീലിയം. ഗുഡ്. ഇങ്ങനെ ഇങ്ങനെ നൈട്രജൻ. എഫ് എന്താ? എഫ് സോ നമുക്ക് ഈ പീരിയോഡിക് ടേബിൾ അമ്മേനെ വേണ്ടിയാണ്, കുഞ്ഞിന് വേണ്ടിയല്ല. വന്നു. കൈ വെച്ച് ഹീലിയം. ബി 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 കുഞ്ഞ. അയ്യോ കുഞ്ഞ. ബി 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 ആൻഡ്രിയ ബി ബി. ഇത് പറഞ്ഞു ബെറിലിയം. സി 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 പറ. കാർബൺ. എന്താ? എന്താ? ഇനി നമുക്ക് ഇത് പറയാം. ദാ ഞാൻ പിടിക്കാം. ഇത് നോക്കിയ ആൻഡ്രിയ, ഇത് നോക്കൂ. അവിടെ 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 നോക്കൂ. ഇതെന്താ? ഇന്ത്യ, ചൈന, ജപ്പാൻ, ഉസ്ബെക്കിസ്ഥാൻ. എവിടെ? ഉസ്ബെക്കിസ്ഥാൻ. ഗുഡ് ഗേൾ. ഇനി ഏതാ നമ്മളേതാ ചോദിക്കാം? സിംഗപ്പൂർ എവിടെയാ കുഞ്ഞ? സിംഗപ്പൂർ എവിടെയാ? നോക്കി സിംഗപ്പൂർ. സിംഗപ്പൂർ എവിടെയാ? നമുക്ക് ടിവിയിൽ അവിടെ ഒരു സാധനം കാണിച്ചു തരാം. അത് നോക്കുവോ? അതെന്താണ് ആൻഡ്രിയ? വെരി ഗുഡ്. ഇനി അടുത്ത പിക്ചർ. അത് നോക്ക്, അത് നോക്ക്. അതെന്താ? വെരി ഗുഡ്. അടുത്തത് ഇത് നോക്കി. ഇതെന്താ നോക്കിയേ? ഓരോ പിക്ചർ കാണുമ്പോ തന്നെ അത് ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ട് മിടുക്കിയായിട്ട് പറഞ്ഞു. ഗുഡ് ഗേൾ.
ഡെയിലി ഇതിന് വേണ്ടിട്ട് ട്രെയിനിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ടോ അതെയോ? അങ്ങനെയൊക്കെ ഇല്ല. അവൻ ബുക്സ് ഒക്കെ ഉണ്ട്, ബുക്സ് ഫ്ലാഷ് കാർഡ്സ് പോലെ ഉണ്ട്. അവ ചോദിക്കും, അപ്പളാ അവ ഇരിക്കും. അവൾക്ക് ഭയങ്കര കുറുമ്പിയാ. കുറുമ്പി അവൾക്ക് മൂഡ് ഉണ്ടായിരുന്ന അവ പഠിക്കും, ഇല്ലെങ്കിൽ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് എനിക്ക് പണി കൊടുത്തിട്ട് അവ പോകും. അപ്പൊ മോണിക്കയുടെ ഒരു സ്കൂൾ ടൈമിലേക്ക് ഇതേപോലെ മെമ്മറി ഉണ്ടായിരുന്നോ? ഇല്ല. എനിക്ക് എന്താന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയമൊക്കെ കളഞ്ഞു. അതുകൊണ്ട് എന്റെ കൊച്ചെങ്കിലും ഇച്ചിരി നല്ല മിടുക്കിയായിട്ട് വന്ന് അവളുടെ ഇത് ഫ്യൂച്ചർ വന്ന് ഇപ്പൊ എനിക്ക് വിഷമമുണ്ട്, ഞാൻ പഠിച്ചില്ല എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പാസ്റ്റിന് പോകാൻ പറ്റില്ല. അതെ അതെ അതെ. കുഞ്ഞാ, അയ്യോ കുഞ്ഞാ, ഇവിടെ എന്തോ, അയ്യോ. അതുകൊണ്ട് കൊച്ചി ഇച്ചിരി കഴിവായിട്ട് ഇരിക്കണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെ, കൊച്ചിന് കഴിവ് വേണമെന്ന് ഭയങ്കര ആഗ്രഹം. ഇവിടെ ഇരുന്നു. ഗുഡ് ഗേൾ, ഗുഡ് ഗേൾ. അപ്പൊ ഇതാരാ കൂടെ വന്നിരിക്കുന്നത്? ആരാ? എന്റെ ഡാഡി, മമ്മി, എന്റെ ഹസ്ബൻഡ്. അപ്പൂപ്പ അമ്മൂമ്മയാണോ? നോക്ക്, ദാ ഇവിടെ ഇരുന്നു. യെസ്, നമസ്കാരം. അച്ഛന്റെ പേരെന്താണ്? എന്റെ പേര് ടിജോ. സോ ടിജോ ചേട്ടാ, എങ്ങനെയാണ് മോൾക്ക് ആദ്യമായിട്ട് ആരാ, അമ്മയാണോ ചേട്ടനാണോ കണ്ടുപിടിച്ചത്? ഇല്ല, അമ്മ തന്നെയാണ് കണ്ടുപിടിച്ചത്. ആൻഡ്രിയ കുട്ടിയുടെ ഈ ഒരു റെക്കോർഡ് കിട്ടിയില്ലേ, അതിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? ഇത് എന്റെ വൈഫ് ഇതേപോലെ കൊച്ചിന് കഴിവുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. അത് വെറുതെ പറയാനാണ് വിചാരിച്ചത്. ഞാൻ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ വൈഫ് പറയും, ഇതേപോലെയൊക്കെ പറയുന്നുണ്ട് കൊച്ചി, നമുക്ക് എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. അപ്പോൾ ഞാൻ അതിലൂടെ ആദ്യം ഇൻട്രസ്റ്റ് കാണിച്ചില്ല. പിന്നെ നമ്മുടെ വേൾഡ് വണ്ടേഴ്സ്, അതേപോലെ തന്നെ മാർസ്, ജൂപ്പിറ്റർ, നമ്മുടെ സൗരയൂഥം കംപ്ലീറ്റ് പറഞ്ഞപ്പോഴാണ് ഞാൻ വിശ്വസിച്ചത്. സോ ഭയങ്കര ഹാപ്പി ആയിക്കോളൂ. ഇത്ര ചെറിയൊരു പ്രായത്തില് ഇത്രയും ഓർമ്മകൾ ആ ഒരു കുഞ്ഞ് ബ്രെയിനിൽ അതൊക്കെ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞ വലിയൊരു ഗോഡ് ഗിഫ്റ്റഡ് വാവയാണ്. ആ റെക്കോർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഒന്ന് നമുക്ക് ക്യാമറയിൽ ഒന്ന് കാണിക്കോ? ആൻഡ്രിയക്ക് കിട്ടിയ ബുക്ക് ഓഫ് റെക്കോർഡാണത്. ഇനിയും ഒരുപാട് റെക്കോർഡ്സ് നമ്മുടെ ആൻഡ്രിയ കുട്ടിക്ക് കിട്ടാൻ പോവാണ്. ഒന്ന് ഹൈറ്റിൽ പിടിച്ചോളൂ ചേട്ടാ. അപ്പൊ നമ്മുടെ അമൃത ടിവിയുടെ എല്ലാവരുടെ വക വലിയൊരു കൈയടി നമ്മുടെ ആൻഡ്രിയ കുട്ടിക്ക്. വാ, ഗിഫ്റ്റ് വേണ്ടേ? ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പോ ചേച്ചി, നമുക്ക് ഗിഫ്റ്റ് കൊടുത്താലോ? നമ്മുടെ വക ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? അപ്പോ നമ്മുടെ ഈ ഷോയില് ഇത്ര ദിവസത്തെ എപ്പിസോഡ്സ് നമ്മൾ ചെയ്തതിൽ ഏറ്റവും കുഞ്ഞു പ്രായമുള്ളൊരു മിടുക്കിയാണ് നമ്മുടെ ഇന്നത്തെ പെർഫോമർ ആയിരുന്നത്. ആൻഡ് അതും ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്രയും ഓർമ്മശക്തിയുള്ള, അല്ലേ, ഒരു ബ്രില്യൻറ്റ് അല്ലെങ്കിൽ ഒരു ബ്രില്യൻറ്റ് വാവയാണ് നമുക്ക് എപ്പിസോഡിൽ കിട്ടിയിരിക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളുടേതായിട്ടുള്ളൊരു മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാവില്ല, അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ വിഷ്വലിൽ കണ്ടതാണെങ്കിലും നമ്മുടെ അടുത്ത് പേഴ്സണലി ഇവിടെ പറഞ്ഞതൊക്കെ എല്ലാം അത്ഭുതപ്പെടുന്ന കാര്യങ്ങളായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു മിടുക്കി വാവയെ നമ്മുടെ ഷോയിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ആൻഡ്രിയ കുട്ടിയുടെ ഈ പെർഫോമൻസ്, ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കാം. അടുത്ത എപ്പിസോഡിൽ ഇനി ആരാ വരാൻ പോകുന്നത്, ഏത് ടാലന്റഡ് ആയിട്ടുള്ള പെൺകുട്ടിയാണ് വരാൻ പോകുന്നതെന്നൊന്നും നമുക്കറിയില്ല. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, റെഡ് കാർപ്പറ്റ് കാണുക. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്.